ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നെയ്യ് ചേർക്കാതെ സ്റ്റൗ ഓണാക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു 12 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നന്നായി വേവിച്ച ഒരു കഷ്ണം നേന്ത്രപ്പഴമായാലും മതി. ഇനി ഈ ഈത്തപ്പഴത്തിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞ് ഇതൊരല്പനേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ലഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ്. ഇതിന് പകരം പാർലേജിയോ വേറെ ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബിസ്ക്കറ്റിൽ നിന്നും ഏകദേശം ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ. അത് ഇനി ചെറുതായി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കാം. ഇത് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ബിസ്ക്കറ്റുകൾ നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞ് ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഈത്തപ്പഴം മാത്രം വേണം ചേർക്കാൻ. ഇതിനൊപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി, ഏതെങ്കിലും നട്ട്സ് അല്ലെങ്കിൽ അല്പം റേസിൻസും കൂടി ചേർത്ത് ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി കൂടെ ചേർത്ത് ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം. ബോൾസിന്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കാം. ക്രാക്സ് ഒന്നും ഇല്ലാതെ ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ. ഇതിന് മുകളിൽ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബോൾസും ഉരുട്ടിയെടുക്കാം. ഈ 25 ബിസ്ക്കറ്റ്സിൽ നിന്നും ഏകദേശം ഒരു 15 ബോൾസ് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ ലഡു തയ്യാറായി കഴിഞ്ഞു. വേണമെങ്കിൽ അവസാനം അല്പം പൊടിച്ച പഞ്ചസാര കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഈ ലഡു എല്ലാവരും തയ്യാറാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching.